തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപനത്തിനിടെ ലാത്തി വീശി പോലീസ്. വിനീത് ശ്രീനിവാസന്റെ ഗാനമേളയ്ക്കിടെ എത്തിയ യുവാക്കളെ അടിക്കുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന് കിട്ടി. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ലാത്തി വീശിയതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ഈ പോലീസ് ക്രൂരതകൾ സംബന്ധിച്ച്, ലോക്കപ്പ് മർദ്ദനങ്ങൾ സംബന്ധിച്ചൊക്കെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഓണാഘോഷത്തിനിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വെറുതെ ലാത്തി വീശു എന്നുമല്ല, ആ കുട്ടികളെ നന്നായി മർദ്ദിക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ ഒരു ഉന്നത നിർദ്ദേശമൊന്നും ഇല്ലാതെയായിരുന്നോ ഈ ലാത്തി ചാർജ് നടന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? സമാപനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കനകക്കുന്നിൽ ഗായകൻ വിനീത് ശ്രീനിവാസന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ യുവാക്കളും പോലീസും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും യുവാക്കളെ പോലീസ് മർദ്ദിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്ത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമില്ലാതെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായതാണോ ഇതിനുള്ള കാരണം എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഏതായിരുന്നാലും ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ ഒരു അടികൊടുത്ത് പ്രശ്നം പരിഹരിക്കുകയൊന്നുമല്ല. അവിടെ നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള ലാത്തി ഉപയോഗിച്ചുള്ള മർദ്ദനം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതും ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോഴാണ് എന്നുകൂടി ആലോചിക്കണം. അതും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമൊന്നുമില്ലാതെ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോയ ശേഷം വാർത്ത അവസാനിപ്പിക്കായത്. തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയാണ്. മറ്റൊരാൾ അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ആ വലിയ തോതിൽ മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനെ.